തന്നെ പറയാം, കുട്ടികൾ ദയവ് ചെയ്തിട്ട് എന്റെ ഈ വീഡിയോ കാണരുത്. കുട്ടികൾക്കെന്നല്ല വലിയവർക്ക് പോലും നിങ്ങളുടെ വീഡിയോ കാണാൻ നല്ല ചളിപ്പും അറപ്പും തോന്നുന്നുണ്ട്. കാരണം വെച്ചാൽ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇമാതിരി തെറികൾ, ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല ഇവിടെ പ്രശ്നം. ഇതേപോലെ വന്നിട്ട് നിങ്ങൾ ആ വ്യക്തിയോട് മാത്രമായിട്ടല്ലോ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പബ്ലിക്കിലല്ലേ നിങ്ങളുടെ വീഡിയോ പോസ്റ്റ് ചെയ്തത്. ഇതേപോലെ കുട്ടികൾക്കുള്ള പ്രയോറിറ്റി അവിടെ മാറ്റി നിർത്തുക. ഇതേപോലെ വന്നിരുന്നിട്ട് പ്രസംഗിക്കുമ്പോൾ എന്തൊരു ശരിക്കും അവനേക്കാളും വൃത്തികെട്ടോളായി പോകണം നിങ്ങൾ ഇത് പറയുമ്പോൾ. ഞാൻ പറയാൻ വൃത്തികെട്ടെന്ന് പറയണല്ല, എനിക്ക് അതിന്റെ ആവശ്യമില്ല, കാരണം നിങ്ങൾ എന്നൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഞാനും ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളാണ്. ഒരാൾ വന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ, ഒരാൾ വന്ന് പച്ചത്തെറിങ്ങനെ വിളിച്ച് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് അരോചകത്വം തോന്നുന്നു. കാരണം നിങ്ങളുടെ ലെവൽ നിങ്ങൾ എന്തിനാണ് വെറുതെ താഴ്ത്തി കെട്ടുന്നത്? അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല വാല്യൂ ഉണ്ട്, നിങ്ങളുടെ വീഡിയോസ് നമുക്ക് മനസ്സിലാവാറുണ്ട്. ഇതൊന്നും തെറി വിളിക്കുന്നത് വലിയ അന്തസ്സാണെന്നാണോ നിങ്ങളുടെ വിചാരം? അല്ലെങ്കിൽ വലിയ കുപ്രസിദ്ധി നേടാന്നാണോ നിങ്ങളുടെ വിചാരം? സോഷ്യൽ മീഡിയ വന്നിട്ട് മറ്റുള്ളവരെയും കൂടി ദയവ് ഇതൊന്നും മാനിക്കുക. ഇതിനോട് എത്ര പേര് യോജിക്കുന്നുണ്ട്? നിങ്ങൾക്ക് പലർക്കും ചിലപ്പോൾ ജാസ്തിയായിട്ട് വിദ്വേഷമോ അല്ലെങ്കിൽ ജാസിയുടെ വർത്താനം കൊണ്ട് ദേഷ്യമോ ഒക്കെ കാണും. എനിക്ക് ചില സമയത്ത് ഇറിറ്റേറ്റഡ് ആകാറുണ്ട്. പക്ഷേ ഈ പറഞ്ഞുകൊടുത്ത് ഇവിടെ ജാസി അല്ല പ്രശ്നം. ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇതേപോലെ പബ്ലിക്കായിട്ട് തെറി വിളിക്കുന്നുണ്ട് നിങ്ങൾ എത്ര പേര് യോജിക്കുന്നുണ്ട്? അതാണ് എന്റെ ക്വസ്റ്റ്യൻ. പ്രതികരിക്കണം. നാളെ തുടങ്ങി ഇവിടെ മഴപ്പുള്ളവർക്ക് ഇവിടെ വായ തുറക്കരുത് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട്. ഈ എന്റെ നെഞ്ചത്തോട്ട് കയറാൻ വരേണ്ട ഞാൻ ഒരാളെന്നൊന്നും പറഞ്ഞിട്ടില്ല. കണ്ടത് പറഞ്ഞു. ഇനി കയറി വന്നാൽ തന്നെ അതിനെങ്ങനെ ഡീൽ ചെയ്യാമെന്ന് എനിക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം.